ഇപ്പം നമ്മളുള്ളത് സാഗറിലാണ്. സാഗറിൻ്റെ ഒരു 3 ഔട്ട്ലെറ്റെങ്കിലും ടൗണിലുണ്ടാവും. KSRTCൻ്റെ അവിടെ. ഇത് നമ്മളെ അരയത്ത് പാലം, പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ സിൽക്ക് മന്ദിറിൻ്റെ അവിടെ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഇത് സെറ്റപ്പാന്ന് അറിയില്ല കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലാണ്. കുറേ ഞങ്ങൾ നോക്കി എവിടെ പോവും, ഡിന്നറിന് എവിടെ പോവും, കുറേ ആലോചിച്ചിട്ടാണ് ഞങ്ങളിവിടെ സാഗർ പോകാൻ വിചാരിച്ചത്. അപ്പം നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഇപ്പം ഇതാ ചേച്ചിയുടെ മോൻ ബ്രൗണി ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ്. സാഗറിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ്. നല്ല ആംബിയൻസ്, നല്ല ഇൻറ്റീരിയറൊക്കെയാണ്. ഞാൻ സത്യം ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ. കാരണം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം അതുവരെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആംബിയൻസും തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ സിൽക്ക് മന്ദിറിൻ്റെ അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ ഞാൻ അതിലോട്ട് പോയില്ല. പഴയ സാഗർ എപ്പോഴും പോണൊരു സ്ഥലമായിരുന്നു. എന്തായാലും അടിപൊളി, നല്ല ആംബിയൻസ്. എല്ലാവരും എന്തായാലും ഒന്ന് വന്ന് നോക്കണം. പാർട്ടിയൊക്കെ നടത്താനും ഗ്യാതറിങ്സിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്തായാലും പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു അരുണാചൽ പ്രദേശിലെ ഒരു വെയിറ്ററാണോ ലേഡി ഉണ്ടായിരുന്നു. അവർ വന്നു, നന്നായി ഞങ്ങളോട് മിങ്കിൾ ചെയ്തു. റീഷുമായിട്ടൊക്കെ കുറേ സംസാരിച്ചു. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ഇനി ഒരുപോലെ കാണാനെന്നൊക്കെ പറഞ്ഞു. പിന്നെ Rishu is having fun with his brownie. സാഗർ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ മെമ്മറീസ് ഉള്ള ഹോട്ടലാണ് സാഗർ. ചെറുപ്പം മുതലേ അവിടുത്തെ ബിരിയാണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ അവിടെ എഗ്ഗ് ഉണ്ടാവും ബിരിയാണീൻ്റെ കൂടെ. സോ എപ്പോഴും നമ്മൾ ടൗണിൽ വരികയാണെങ്കിൽ സാഗർ പോയിട്ട് ചില്ല് ഔട്ട് ചെയ്യാം, ബിരിയാണി കഴിക്കാൻ. പിന്നെ ഞങ്ങൾ ഒരു ടൈമിലെത്തിയപ്പോൾ ബിരിയാണി വിട്ടിട്ട് ഫ്രൈഡ് റൈസ് വിത്ത് പെപ്പർ ചിക്കൻ കോംബോ, അത് നല്ല വൈറലായൊരു ടൈമായിരുന്നു തോന്നുന്നു. അപ്പം ചേച്ചിക്ക് എന്താ നമ്മളെ സാഗർ ഹോട്ടലിലെ പഴയ മെമ്മറീസിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് അച്ഛൻ കുറേ ബിരിയാണി വാങ്ങിച്ചിരുന്ന ഹോട്ടലാണ്. അതെ, അച്ഛന് എല്ലാ സാലറി കിട്ടുമ്പോഴും സാലറി മൊത്തം എനിക്ക് ബിരിയാണി വാങ്ങി തന്നെ തീർത്ത കാര്യം അമ്മ എപ്പോഴും പറയാം. എല്ലാം വന്നു അച്ഛൻ്റെ സാലറി. അറിയില്ല പണ്ടത്തെ കേട്ടോ. ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് വീണ്ടും ഞാനതൊരു റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ആ ബിരിയാണി ഇങ്ങനെ പ്ലേറ്റിൽ ആ ഒരു ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എഗ്ഗ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ അത് കുറച്ചാൾ പോയി. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് പെപ്പർ ചിക്കനും ആയിരുന്നു എനിക്ക് പിന്നെ ഇഷ്ടം. ചേച്ചി പിന്നെ ഓൾവേസ് മുളകിട്ടതും പൊറോട്ട. ഇപ്പം നമുക്ക് അവിടെ ഇപ്പം സാഗർ ആ ഒരു പഴയ ഇതിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുക. ഒരു ടൈമിൽ കുറച്ച് കഴിഞ്ഞ് അത്രയും കോമ്പറ്റീഷൻ ഉണ്ടാവും. അതെ, ഇവിടെ എല്ലാം അടുത്തടുത്താണല്ലോ. കാലിക്കട്ട് പോലെ റഹ്മത്ത്, സാഗർ, പാരഗൺ, ടോപ്പ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടൽ നമ്മുടെ അതിപ്പോ പിന്നെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് സാഗറായിരിക്കും. അപ്പം അതൊരു വലിയ കോംപ്ലിമെന്റ് ചെയ്യും. കാരണം എല്ലാ ടൈപ്പ് ഫുഡ് കിട്ടും. അതും കൂടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞങ്ങൾ തന്നെ വരുമ്പോൾ എന്താ പറയുക, ചിലർക്ക് മന്തി കഴിക്കണം, ചിലർക്ക് അല്ലാത്ത വെജ് ഐറ്റംസ് വേണം, പൊറോട്ട വേണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്ത് ഫസ്റ്റ് നമുക്ക് സിറ്റിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ എന്താണ് റോഡ് സൈഡിലുള്ള നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ഏരിയ. പിന്നെ ഇവിടുത്തെ സർവീസ് അത് പറയാതിരിക്കും. ഹോസ്പിറ്റാലിറ്റി ഇപ്പം നേപ്പാളി
പിന്നെ അവരൊരു പ്രൈവസി നമ്മൾ മാനിക്കുന്നതുകൊണ്ട് അവരിപ്പോൾ നമുക്ക് കുറേ സംസാരിച്ച് നമ്മളായിട്ട്, പക്ഷെ അവർക്ക് എന്തോ വന്ന് സംസാരിക്കാൻ എന്തോ ബുദ്ധിമുട്ടാണ്, നമ്മൾ മാനിക്കുന്നുണ്ട്. അപ്പം അതും സൂപ്പറായിരുന്നു. നല്ല ആംബിയൻസ് ശരിക്കും ഒരു നമ്മൾ നോർമലി ഫസ്റ്റ് ഫ്ലോറിൽ വരും, കാരണം മോൻ എപ്പോഴും കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എപ്പോഴും ഇവന് ഇവിടെ ഇരുന്നിട്ട് ഓക്കെ അല്ല, താഴെ പോകണം എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയ്ക്കും നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും ഇപ്പോഴാണ് നമുക്ക് ആസ്മാട്ട് അവർ ആ ഒരു ടൈപ്പ് ലെവലാണ് അത്. ചപ്പാത്തിയാണ് അത് രസമുണ്ടാവില്ലേ? അതെ, ഈ പ്രാവശ്യം ചേച്ചിയുള്ള സങ്കടത്തിലാണ്. എഗ്ഗില്ല, കുറേ ഇവിടെ എഗ്ഗില്ല. ചെറുപ്പത്തിൽ നമ്മളെ മിസ്സായിരിക്കാനുള്ള മെമ്മറീസിലായിരുന്നു. കാലിക്കറ്റ് എന്താ പറയുക, എഗ്ഗ് വെച്ചിട്ടുള്ള പഴയ സാധനം എനിക്ക് 3 ഡാൻസ് അവളാ ചെയ്യുന്നത്. ആരാധ്യയാണ് സങ്കടത്തിലാണ്. ചേച്ചിക്ക് മുട്ട കിട്ടിയില്ല. അല്ല, കുറേ കാലമായി നമ്മൾ കിഡ്സ് ആയിരുന്നപ്പോഴാണ് മുട്ടയൊക്കെ ഉണ്ടായിരുന്നത്. സാഗറിൻ്റെ മാനേജ്മെൻറ്റിനോട് ഞങ്ങളുടെ റിക്വസ്റ്റാണ് ആ പഴയ പോലെ ആ എഗ്ഗ് ഇതിൽ ഒളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ എല്ലാ വരുന്ന ഫ്രണ്ട്സും ഞങ്ങൾക്ക് തരണം എന്നൊരു അപേക്ഷയുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സാഗറിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ PB കഫേയിൽ എന്തായാലും വരണമല്ലോ. ഞാൻ പിന്നെ അന്നത്തെ ഇനോഗ്രേഷന് ശേഷം ഇത് ഫസ്റ്റ് ടൈം വന്നിരുന്നു. ഷവർമ കഴിച്ചു, ബർഗറും കഴിച്ചിട്ട് ഇപ്പോൾ 3rd ടൈമാണ് വരുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഐറ്റമാണ്, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ്. അടിപൊളിയായിട്ട് കേട്ടോ. എങ്ങനെ അമ്മ സലാഡ് കഴിക്കുന്നത് ഫസ്റ്റ് ഏതാ ഒരു ടേസ്റ്റ് വരുന്നത്? ഫസ്റ്റ് സിപ്പില് പപ്പായ. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. നൈറ്റാണ്, നല്ല റഷ് ഇവിടെ, നല്ല ഗോഡ് ബ്ലെസ്, നന്നായി പോകുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസം നോക്കാം, ടൈം കിട്ടുമ്പോഴൊക്കെ വന്നിട്ട് പുതിയ ഐറ്റംസ് നോക്കാം. ഇപ്പം അടുത്ത ടേബിളിൽ അവർ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവിടെ യൂട്യൂബിന് വേണ്ടിയിട്ട് റിവ്യൂ എടുക്കുന്നുണ്ട് വേറെ. ഇങ്ങനെ നല്ല റഷ് ഉണ്ട് ടോട്ടൽ.